ഹായ്, നമസ്കാരം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെ വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പൊ ഇന്നലത്തെ പരിപാടി ഗംഭീരമായിരുന്നു. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഇന്ന് വന്നിരിക്കുന്നത്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പേര് വന്നു, കണ്ടു, പരിചയപ്പെട്ടു. അപ്പൊ എനിക്ക് ഒരുപാട് സന്തോഷമായി. അപ്പൊ വന്ന എല്ലാവരുടെ അടുത്തും ഈ സമയത്ത് ഞങ്ങൾ എല്ലാവരും, ഞാനും മക്കളും ജാനും എല്ലാവരും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയണം. നിങ്ങൾ കുറച്ച് സമയം ഞങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചതിന്. എന്താ പറയാ, ഞാൻ എക്സ്പെക്ട് ചെയ്തേക്കാൾ ഒരുപാട് ഗംഭീരമായിരുന്നു പരിപാടി. പിന്നെ മാത്രമല്ല, കുറെ പേർക്ക് വരാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ മെസ്സേജ് ഒക്കെ ഉണ്ടായിരുന്നു. കാരണം ചിലർക്ക് ജോലി ഉണ്ടായിരുന്നു, ചിലർക്ക് അസുഖമായിരുന്നു, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ്, അവരുടെ പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അവസാനമില്ല, നമുക്ക് വേറെ ദിവസം തീർച്ചയായിട്ടും കാണാം അല്ലെ. ഞാൻ വേറെ ദിവസം അവസരം കൊടുക്കാം. ട്രാഫിക് ബ്ലോക്കിൽ പെട്ടു, അതുപോലെ തന്നെ വഴി കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കുറെ പേര് സങ്കടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും നമുക്ക് വീണ്ടും ഒരു ദിവസം ഇതുപോലെ തന്നെ കാണാം. ഒട്ടും വൈകാതെ തന്നെ അറിയിക്കാം. ദുബായില് ഞാൻ നാട്ടിൽ പണങ്ങൾ മുമ്പായിട്ട് തന്നെ ദുബായിലെ നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ഒന്ന് കാണാനുള്ള അവസരം ഞാൻ തീർച്ചയായിട്ടും ഒരുക്കുന്നതാണ് കേട്ടോ. വിഷമിക്കൊന്നും വേണ്ട. അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് അതിന് കമന്റ്സ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്കൊന്നും കാണാൻ പറ്റില്ല, ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം അതൊക്കെ കണ്ടത്. അപ്പൊ എല്ലാവർക്കും എൻ്റെ ഒരു വലിയ ബിഗ് ഹായ്. പിന്നെ എല്ലാവരും വിഷസ് അറിയിച്ചിട്ടുണ്ടായിരുന്നു, അതിന് ഒരുപാട് സന്തോഷം. പിന്നെ വന്നവരുടെ കാര്യം പറയുകയാണെങ്കിൽ എന്താ ഞാൻ പറയാ, എനിക്ക് 2-3 ദിവസം തൊട്ട് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, എങ്ങനെ ഇരിക്കും കാര്യങ്ങള്. ഇവിടെ ജാനിരിക്കും, പുറത്ത് കൊടുത്തില്ല ഞാൻ. അയ്യോ എനിക്ക് ടെൻഷൻ ആവണം എന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. ഈ നമ്മളെന്താ പറയാ, പറയാൻ പറ്റില്ല, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തൊരു സംഭവം. ടെൻഷൻ അല്ല, ഒരു ആങ്സൈറ്റി, എന്താവും എന്നുള്ളൊരു ഉത്കണ്ഠ എന്നുള്ളത് പറയത്തില്ലേ. അപ്പൊ അത് കാരണം അപ്പോ വന്ന് തുടങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ഞാൻ കൂളായി, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നു. പിന്നെ വന്ന കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ അമ്മമാരും അമ്മൂമ്മമാരും പ്രായമുള്ള സ്ത്രീകളും അതേപോലെ തന്നെ നമ്മുടെ ചെറിയ കുട്ടികളും ഭർത്താക്കന്മാരും കുഞ്ഞുമക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ നമ്മുടെ സ്വന്തം വീട്ടിലെ ചേച്ചിയുടെ അടുത്ത് പെരുമാറുന്ന പോലെയാണ് നിങ്ങൾ എൻ്റെ അടുത്ത് പെരുമാറിയത്. അപ്പൊ തന്നെ ഞാൻ ഭയങ്കര കൂളായി. അപ്പൊ ഞാൻ എല്ലാവരുടെ അടുത്തും മിണ്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആരെങ്കിലും വിട്ടുപോയിക്കണമെങ്കിൽ ക്ഷമിക്കണം. അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. അപ്പൊ ഇന്ന് കുറച്ച് ചെറിയൊരു പോർഷൻ കാണിക്കുന്നുണ്ട്, നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഒരുപാട് പേര് എടുത്തതിന്റെ ക്ലിപ്പിംഗ്സ് ഒക്കെ അയച്ചു തന്നിട്ടാണ് അപ്പൊ ഈ കുഞ്ഞൊരു വീഡിയോ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അത്ര ക്ലാരിറ്റി ഒന്നുമില്ല, കാരണം രാത്രി ആയപ്പോഴേക്കും ക്ലാരിറ്റി കുറഞ്ഞു. അപ്പൊ എന്താ പറയാ, നിങ്ങൾക്കൊന്ന് കാണണം എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ച കാര്യം മാത്രമാണ് ചെറിയൊരു കുഞ്ഞു വീഡിയോ ഞാൻ കാണിക്കുന്നത്. അപ്പൊ എന്തെങ്കിലും തെറ്റുകളാണെങ്കിൽ ക്ഷമിക്കുക. അപ്പൊ നമുക്ക് വീണ്ടും കാണാം അല്ലേ ജാനെ? അപ്പൊ അതെ, അടുത്ത തവണ കാണുന്നവരേക്കും ടാറ്റ, ബൈ ബൈ. അപ്പൊ നാളെ ശരിക്കുള്ള വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ ഡിയേഴ്സ്, ബൈ. അപ്പൊ വീഡിയോ കാണും കേട്ടോ, ബൈ. കൂടുതൽ പേര്, കുറച്ച് പേരല്ലേ വരുന്നുണ്ട്, പക്ഷെ കൂടുതൽ പേര് നമ്മൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. വീഡിയോ ഇട്ടില്ലെങ്കിൽ ശരിയാവില്ല. എവിടെയാണ് പ്ലാൻ ചെയ്യണല്ലേ വേണ ലൊക്കേഷൻ നമുക്ക് വെള്ളം പറഞ്ഞോളൂ. ഇനി കാറ്റ് വീശി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു. 1 മണിക്കൂറായി ഓരോരുത്തർ മാല മാറി 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 മാറി. കല്യാണത്തിന്, എന്റെ കല്യാണത്തിന് എനിക്ക് ഇതുപോലെ ടെൻഷൻ ഉണ്ടായിട്ടില്ല. എന്തത് കല്യാണത്തിന് ടെൻഷൻ ഇല്ലാതിരുന്നു? കല്യാണത്തിന് എങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്റെ കെട്ടിയൻ എങ്ങനെ ബിഹേവ് ചെയ്യാൻ എനിക്ക് അറിയാം നന്നായിട്ട്. സിമ്പിൾ ആയിട്ട് ഒരുങ്ങി വന്നിട്ട് അയ്യോ എന്ന് പറഞ്ഞിട്ട് എന്നോട് മിണ്ടാണ്ടിരുന്ന ആളാണ്. പക്ഷെ ബ്യൂട്ടീഷ്യനും കൂടി ഉണ്ടായിരുന്നില്ല, അതിന് മാത്രമേ ഒന്നൊരു കണ്ണെഴുതി തന്നു. അപ്പോഴേക്കിനും ഭയങ്കര മുഖം വീർപ്പിച്ചായിരുന്നു. പക്ഷെ ഇതങ്ങനെയല്ലല്ലോ. ആദ്യമായിട്ട് ഫാൻസിനെ കാണാൻ പോകുമ്പോ ഈശ്വര ഇരുണ്ടുപോയി ഭയങ്കര ഗ്ലാമറായിട്ട് ഉറങ്ങിയിട്ട് വരുന്ന കഷ്ടമുണ്ട്. ഞാൻ പോകുന്നുണ്ട്, മേലേക്ക് വരുന്നുണ്ടോ? വെള്ളം ഇവിടേക്ക് വരുന്നുണ്ടെന്നല്ലേ. ഇതിലിരുന്നോട് കുഴപ്പമൊന്നുമില്ലല്ലോ. ഫോട്ടോ നമ്മുടെ ഇതില് ഇല്ല ഞാന് ഫേസ്ബുക്കില്ല, ഹസ്ബൻഡ്. അതല്ല, ചില ആൾക്കാരൊക്കെ അവ എന്ന് ചിരിക്കണ. തന്നെ പരിചയപ്പെട്ടു. ആദ്യം തൃശ്ശൂർക്കാരിനെ തന്നെ പരിചയപ്പെട്ടത്. ഷുവർ മുറിക്കൂ. എല്ലാരും നല്ലൊരു കൈയടി. യെസ്, ഫുഡ് ടേസ്റ്റർ. Okay, yeah.
സ്റ്റാർട്ടിങ് കാരണം എല്ലാവരും ഐഡിയ ട്രെയിനിലോട്ടാണ്. ശ്രീജ ആണോ? ആണല്ലേ? അത് പരിപാടിയൊക്കെ നന്നാവാറുണ്ട്. മറ്റൊരു പരിപാടിയാണ് നമ്മൾ കാണൽ മാത്രമേ ഉണ്ടാക്കാറില്ല. ഐഷു അമ്മയുടെ ഡ്രസ്സും نأمل أن تكونوا നമ്മളൊരു മതി പടങ്ങി പിരിഞ്ഞ പോലെ ചക്കര അടിച്ചിരിക്കുന്ന മിഥുനങ്ങൾ നമ്മളിങ്ങനെ ഓക്കെ. ഓക്കെ പറയാം. പരിപാടി